മുനമ്പത്ത് വൻ പ്രതിഷേധം നടക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വഖഫ് ആക്ടിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് ആക്ടിന്റെ പ്രതീകാത്മക രൂപം കടലിൽ താഴ്ത്തിയാണ് പ്രതിഷേധം. മുഖ്യമന്ത്രിയുമായി നടന്ന ഓൺലൈൻ യോഗത്തിൽ പ്രതീക്ഷയുണ്ടെന്നും എന്നാൽ സമരം തുടരുമെന്നുമാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നിലവിൽ മുനമ്പത്ത് ശക്തി പ്രാപിക്കുന്നത്. കെബിൻ കെന്നഡിയാണ് മുനമ്പത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്. കെബിൻ, കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. മുനമ്പത്തെ സമരം വീണ്ടും ശക്തമാവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ലാൽകൃഷ്ണ, മുനമ്പത്തെ സമരം വീണ്ടും ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം കൂടി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും അതിനുശേഷം സമരക്കാരുമായി മുഖ്യമന്ത്രി ഓൺലൈനിൽ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം സമരക്കാർ മുന്നോട്ട് വെച്ചത്. അതായത് സമാധാനപരമായിട്ടുള്ള സമരം തുടരുക തന്നെയും അതിൻ്റെ ഭാഗമായി ഇന്ന് മുനമ്പം സമരത്തിൻ്റെ 43-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് വഖഫ് ആക്ടിൻ്റെ പ്രതീകാത്മക കോലം ഇത്തരത്തിൽ അതായത് സമരപന്തലിൽ നിന്നും കോലവുമായി റാലിയായി എത്തി മുനമ്പം ബീച്ചിലേക്ക് ഇപ്പോൾ താഴ്ത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, അതായത് കൃത്യമായ രേഖകളുള്ള ആരെയും തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കില്ല. അതായത് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ ഇവിടെ താമസിക്കുന്ന താമസക്കാരുടെ ആശങ്കകളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതേപോലെ മറ്റ് തീരുമാനങ്ങൾ, അതായത് സമാധാനപരമായി സമരം നിർത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് സമരാനുകൂലികൾ അല്ലെങ്കിൽ സമരസമിതി അറിയിച്ചിരുന്നു. പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായി ഇന്ന് 43-ാം ദിവസമാണ് ഇത്തരത്തിൽ നാളെ ശീതകാല സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വഖഫ് ആക്ടിൻ്റെ പ്രതീകാത്മക കോലം റാലി നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ മുനമ്പം ബീച്ചിലേക്ക് കടന്നു വരികയും അവിടെ ആ കോലം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കടലിലേക്ക് കെട്ടിത്താഴ്ക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇവർക്കുള്ള ആശങ്കകളെല്ലാം തന്നെ ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി ഇന്നലെ സംബന്ധിച്ചിരുന്നു. അപ്പോൾ 3 മാസത്തിനകം ശാശ്വതമായൊരു പരിഹാരം കാണാമെന്നാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. പക്ഷേ സമരം മുന്നോട്ട് പോകും, സമാധാനപരമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. അതായത് റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ അല്ലെങ്കിൽ വഖഫിൻ്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഇവിടെ താമസക്കാരുടെ ഭൂമി അതായത് അൺലിസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള നിയമങ്ങൾ അൺലിസ്റ്റ് ചെയ്യുന്നത് വരെ സമരം തുടരുമെന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി ഇപ്പോൾ സമരം അവസാനിപ്പിച്ചതിന് ശേഷം തിരിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, സമാധാനപരമായ സമരം തുടരുകയാണ്. സമാധാനപരമായിട്ടല്ല പോകണം. കണ്ടില്ലേ നിങ്ങൾ? വല്ല സമാധാന കുറവുണ്ട്? നല്ല ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മണ്ണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതക്കാരുമാണ്. ഒരു കാരണവശാലും ഞങ്ങളൊരു സമാധാന കുറവോ അല്ലെങ്കിൽ ഒരു ശക്തിയായ ഒരു പാർട്ടിയുടെ മുട്ടാനോ ഞങ്ങളില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നവരെ ഈ സമരം വീണ്ടെടുക്കുക തുടർന്നുകൊണ്ടിരിക്കും. പുതിയ മോഡലുകൾ വന്നിട്ടിരിക്കും. കടലിൻ്റെ മക്കളുടെ എല്ലാ അവകാശങ്ങളും നേടിത്തരാതെ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ മാറില്ല. ഞങ്ങൾക്ക് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ മാറില്ല. ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല. ഞങ്ങൾക്ക് ജീവൻ പോയാലും ശരി, ഞങ്ങൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി ഒരു പാർട്ടി ഞങ്ങൾ സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ കടലോര മക്കൾ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകും. അത്ര പറയാനുള്ളത്. അത് തന്നെയാണ് ലാൽകൃഷ്ണ പറയുന്നത്. അതായത് റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും. സമാധാനപരമായ സമരം അത് സർക്കാരിന് വാക്ക് കൊടുത്തതുപോലെ തന്നെ സമാധാനപരമായ സമരം തുടരുക തന്നെ ചെയ്യും. മറ്റു കാര്യങ്ങൾ 3 മാസത്തിനകം ഇവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ സമരക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന്. എന്നാൽ ഇന്നലെ അവർ എടുത്ത പൊതുയോഗത്തിന് ശേഷം സമരക്കാരുമായി നടത്തിയ പൊതുയോഗത്തിന് ശേഷം അവർ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് സമരവുമായി മുന്നോട്ട് പോകും. അതായത് ഇത്രയും നാൾ നടത്തി വന്നിരുന്ന റിലേ നിരാഹാര സമരം തുടരും. സമാധാനപരമായ സമരം ഇനി സമരത്തിൻ്റെ രൂപം മാറും. അതായത് സമാധാനപരമായ മറ്റ് ആശയപരമായുള്ള സമരങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇത്തരത്തിൽ ആലോചിക്കുന്നതെന്നാണ് സമരസമിതി. ഇപ്പോൾ അതായത് വഖഫ് ആക്ടിൻ്റെ കോലം കടലിൽ താഴ്ത്തിയതിനു ശേഷം കടലിൽ താഴ്ത്തിയതിനു ശേഷം ഇവര് മുദ്രാവാക്യം വിളികളുമായി 100 കണക്കിനുള്ള സമരക്കാർ തിരിച്ച് സമരപന്തലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലാൽകൃഷ്ണ നമ്മൾ കാണുന്നത്.
നാടാകെ സമരത്തിന് അണിനിരന്ന് നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അത് അവർക്ക് ശുഭസൂചകമായ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ തന്നെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കൃത്യമായൊരു നിലപാട് വന്നിട്ടില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണണം, അത് വൈകരുത് എന്നൊരു നിലപാട് കൂടി അവർക്കുണ്ടോ? തീർച്ചയായിട്ടും ലാൽകൃഷ്ണ, അതായത് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം കൂടിയതിനു ശേഷം ആദ്യഘട്ടത്തിൽ ഇവർ വൈകാരികമായി പ്രതികരിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തെ വൈകാരിക പ്രതികരണം മാത്രമാണ് എന്നാണ് ഇത്തരത്തിൽ പി രാജീവ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത്. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ നേരിട്ടുമായി ഓൺലൈൻ ലോകത്തിൽ ചർച്ച നടത്തി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർ, അതായത് ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കും, ഇവരുടെ ആശങ്കകളെല്ലാം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. 3 മാസത്തിനുള്ളിൽ ഇവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം, സർക്കാർ ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. പക്ഷേ എന്നാലും സമാധാനപരമായ സമരം തുടരുമെന്ന് മുനമ്പം മേഖലയിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഓൺലൈനിൽ യോഗം നടന്നെങ്കിലും സമരം അവസാനിപ്പിക്കില്ല, കൃത്യമായ തീരുമാനങ്ങൾ വരുന്നവരെ സമരം തുടരും എന്ന നിലപാടിൽ തന്നെയായിരുന്നു മുനമ്പം നിവാസികൾ. അതിൻ്റെ ഭാഗമായി പ്രതീകാത്മക വഖഫ് രൂപം ഉണ്ടാക്കി അത് കടലിൽ താഴ്ത്തി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കെബിൻ കെന്നഡിയാണ് മുനമ്പത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.